ഇനി മുഖം രക്ഷിക്കാനുള്ള മറ്റൊരവസരം കൂടി വേറൊരു കൂട്ടർ കൂടി വരുന്നതുകൊണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കാണ് ഇതൊരു കണ്ണു തുറക്കുന്ന മുഹൂർത്തമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെയും പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരെയും പാവപ്പെട്ടവർക്കിടയിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരെയും ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് വന്നു. ഇതൊരവസരമാണ്. കേരളത്തിലും മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനുള്ള 12 സംസ്ഥാനങ്ങൾ പാസാക്കിയ മതപരിവർത്തന നിയമത്തെക്കുറിച്ച് കത്തോലിക്കരല്ലാത്തവരുമായ പരിവർത്തിത ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് നിയമം മൂലം അമർച്ച ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇപ്പോൾ വെളിവന്നു. രാജസ്ഥാനിലെ വാർത്ത നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്, ഒരു പുരോഹിതൻ ഒളിവില, കേരളത്തിലുണ്ടയാൾ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം കൂടിയാണ്. കത്തോലിക്കർ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, കത്തോലിക്ക സഭാ നേതൃത്വം ഇടപെടുന്നില്ല എന്നൊരു വലിയ പരാതിയുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസരം കൂടിയാണ്. BJP സർക്കാരിനോട് നട്ടെല്ല് നിവർത്തി നിന്ന് ഇതുകൂടെ പരിഹരിച്ചിട്ട്, ക്രിസ്ത്യാനികളുടെ കാര്യം, കത്തോലിക്കരായ കന്യാസ്ത്രീകളുടെ കാര്യം മാത്രമല്ല, കേസ് റദ്ദാക്കില്ല നമുക്കറിയാം, ഇനി നമുക്ക് നോക്കാം, പക്ഷേ അതുകൂടെ ചർച്ച ചെയ്യണം എന്ന് പറയാനുള്ള ഒരവസരം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്കും മുഖം രക്ഷിക്കാനാവും. BJPയുടെ മുഖം അത് കൂടുതൽ വികൃതമായതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇന്നത്തെ കോടതിക്ക് മുന്നിലെ നാടകങ്ങളിലൂടെ.